ഇപ്പോൾ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കലിന് എല്ലാവരും നാട്ടിൽ ചെന്ന സമയത്ത് സച്ചി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എല്ലാവരോടുമായിട്ട് നമ്മുടെ സുധിയെ കുറിച്ചിട്ടുള്ള ആ രഹസ്യം പറയാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴേക്കും രവി ആണെന്നുണ്ടെങ്കിൽ ഒരശ്വസത പോലെ കാണിച്ചിട്ട് അത് ആരോടും പറയരുത് എന്നുള്ള രീതിയിൽ സച്ചിയെ തടഞ്ഞു നിർത്തുന്നുണ്ടല്ലോ. ആ രഹസ്യത്തെ കുറിച്ചിട്ട് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ സമയത്ത് രേവതിയുടെ അടുത്ത് സത്യം ഒന്നും തുറന്നു പറയുന്നില്ല. പക്ഷേ സച്ചി രേവതിയുടെ അടുത്ത് ഒരു ദിവസം ആ സത്യം പറയാണ്. തൻ്റെ അമ്മ ചന്ദ്രമതി എന്തിനാണ് സച്ചിയെ ഇത്രയും കൂടുതൽ വെറുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. സച്ചി ചെറുപ്പത്തിൽ ജയിലിൽ പോയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ദിവസം സുധിയും അതുപോലെ സച്ചിയും കൂടി ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ രേവതി അറിയുന്നത് സച്ചി പണ്ട് ജയിലിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത്, എന്താ സച്ചേട്ടൻ ജയിലിൽ പോയ കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞത്? ഇല്ല രേവതി, അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് നാളായിട്ട് സച്ചേട്ടൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും എന്നിൽ നിന്ന് മറയ്ക്കരുത്, ദയവ് ഇത് സച്ചേട്ടൻ പറയണം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കണം എന്ന് വിചാരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് അതെന്റെ മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ആ നോവ് എന്താന്നുള്ള കാര്യം സച്ചേട്ടൻ എൻ്റെ അടുത്തെങ്കിലും തുറന്ന് പറയണമെന്ന് പറയുകയാണേ. ഈ കാര്യത്തെക്കുറിച്ച് നിന്റെ അടുത്ത് ഞാൻ പറയാം, പക്ഷെ ഒരു കാരണവശാലും നീയും ഞാനും അല്ലാതെ മറ്റാരും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. ഒരിക്കലും സച്ചിയേട്ടാ, ഞാൻ ആരുടെ പറയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി നടന്ന കഥ പറയുകയാണേ. സുധി പിന്നെ സച്ചി, അത് കഴിഞ്ഞ് വേറൊരു അനിയനും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സച്ചിക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് കേട്ടോ. അങ്ങനെ ഇവർ 4 പേരും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് ഒരു ദിവസം നമ്മുടെ അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തു പോയി കളിക്കുക എന്ന് പറഞ്ഞിട്ട് സുധി ഒരു ദിവസം സച്ചിയും അതുപോലെ തന്നെ മരിച്ചുപോയ ആ കുട്ടിയുണ്ടല്ലോ, കുട്ടിയും കൂട്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് കൂടെയില്ല. 3 പേരും കൂടി ചേർന്നിട്ട് കിണറ്റിലേക്ക് കല്ലിങ്ങനെ ഇട്ട് കളിക്കുകയാണ് കേട്ടോ. സുധി ആണെങ്കിൽ കല്ലിങ്ങനെ ഇടുന്നുണ്ടെങ്കിലും കല്ലൊന്നും കറക്റ്റായിട്ടല്ല കേട്ടോ പോകുന്നത്. ആ സമയത്ത് സച്ചിയും അതുപോലെ തന്നെ ആ മരിച്ചുപോയ കുട്ടിയും കൂടി ചേർന്നിട്ട് സുധിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവര് കളിയാക്കുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ സുധിക്ക് ദേഷ്യം വരികയും സുധിയാണെന്നുണ്ടെങ്കിൽ ആ അനിയൻ ഉണ്ടല്ലോ മരിച്ചുപോയ അവനെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിടുവാണേ. കിണറ്റിലേക്ക് അവൻ വീഴുന്നത് കാണുമ്പോഴേക്കും സച്ചിയും പുറകെ ഓടി കിണറ്റിലേക്ക് ചാടുന്നുണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് നമ്മുടെ സുധി പോയിട്ട് എല്ലാവരോടും ചെന്ന് പറയുന്നുണ്ട് സച്ചി ഇവനെ കിണറ്റിലേക്ക് തള്ളിയിട്ടു എന്നിട്ടോ. എന്നിട്ട് സുധി ചെയ്ത ആ കുറ്റം നമ്മുടെ സച്ചിയുടെ തലയിലിടുവാണ്. ഞാൻ ശരിക്കും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചാടിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ എന്നെ കൊണ്ട് രക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല. ആ പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് ഓടി വന്നിട്ട് ഞാൻ അവനെ കൊന്നല്ലോ, ഞാൻ കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലെ ആ കുറ്റം ചുമത്തുകയാണ് ചെയ്തത്. അങ്ങനെ സച്ചിയെ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വിഷയങ്ങളെല്ലാം രവിക്ക് അറിയാം. പക്ഷേ അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ വിഷയം ഒരിക്കലും ആരും അറിയരുത് എന്ന്. ചന്ദ്രയ്ക്ക് സുധിയോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നടന്ന കാര്യങ്ങൾ നടന്നു, അതങ്ങനെ തന്നെ പോകട്ടെ. ഒരിക്കലും ഈ സത്യം ആരും അറിയാൻ പാടില്ല എന്നുള്ള കാര്യം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ജുവനൈൽ ഹോമിൽ നിന്ന് ഞാൻ പഠിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് അമ്മ എന്നെ ഒരിക്കലും അംഗീകരിച്ചില്ല. അച്ഛൻ മാത്രമായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവരെന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടുപോവുക ചെയ്തത്. അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല. അമ്മയുടെ സ്നേഹം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഏങ്ങിയിട്ടുണ്ട്. എല്ലാം തെറ്റും ചെയ്തിരിക്കുന്ന സുധി, അവനെയാണ് അമ്മ സ്നേഹിക്കുന്നത്. എൻ്റെ അവസാനം വരെ അമ്മയുടെ സ്നേഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാണ് കേട്ടോ സച്ചി. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത രീതിയിലാണ് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടേ സച്ചി. അങ്ങനെ സച്ചിയുടെ വിഷമമൊക്കെ കാണുന്ന സമയത്തും ഈ കഥയും കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ വിഷമിക്കരുത്, കരയരുത് ഒരിക്കലും. സച്ചിയേട്ടന്റെ ദേഷ്യമൊക്കെ കാണുമ്പോൾ സച്ചിയേട്ടൻ മോശക്കാരനാണെന്നുള്ള കാര്യമാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ സച്ചിയേട്ടന്റെ മനസ്സിലെ എല്ലാ തെറ്റുകളും ഏറ്റെടുത്തിട്ട് മറ്റുള്ള ആള് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഇത്രയും നല്ലൊരു മനസ്സ് മറ്റാർക്കും കിട്ടില്ല. എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുത്തു, പക്ഷെ ഒരിക്കലും എൻ്റെ അമ്മ എന്നെ സ്വീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിച്ചിങ്ങാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചി. അച്ഛൻ എന്തായാലും സത്യങ്ങളെല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സച്ചിയേട്ടനെ അമ്മ മനസ്സിലാക്കില്ലായിരുന്നു. അച്ഛനാണ് എൻ്റെ അടുത്ത് ഈ സത്യം പുറത്ത് ആരും അറിയരുത് എന്നുള്ള കാര്യം പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ഇടിയിപ്പിച്ചിട്ടുണ്ട്. ഈ സത്യം പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കും അത് ഭയങ്കര വിഷമാവും, അമ്മയുടെ സമാധാനം പോകും എന്നൊക്കെ അച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആരടുത്തും ഇതുവരെ പുറത്ത് പറയാണ്ടിരുന്നത്. തെറ്റുകളെല്ലാം സ്വയം ഏറ്റെടുത്തിട്ട് ഇത്രയും വലിയ മനസ്സുള്ള സച്ചിയേട്ടനെ കുറിച്ചിട്ടാണ് എല്ലാവരും പെരുമയോട് കൂടി പറയേണ്ടത്. പക്ഷേ
തെറ്റെല്ലാം ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏട്ടനെയാണല്ലോ. നിങ്ങളുടെ അമ്മ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. സത്യത്തോടും നേർമയോടും കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. സച്ചിയേട്ടനും ഒരു ദിവസം നല്ലത് വരും എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, സച്ചി എൻ്റെ പൊന്നു മോനെ എന്ന് വിളിച്ചിട്ട് അമ്മ എൻ്റെ അരികിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ എനിക്ക് എന്തോ സ്വപ്നം പോലെ അതായി പോകും എന്നുള്ളൊരു തോന്നലായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ദിവസം അങ്ങനെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയെ രേവതി. ഈ കാരണം കൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതിക്ക് സച്ചിയോട് ഇത്രയും വലിയൊരു ദേഷ്യം.